ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് റിയാദിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ബത്ത എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബത്ത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശികൾ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങൾ തിങ്ങി നിറഞ്ഞു നടക്കുന്ന സ്ഥലമാണ് ഈ ബത്ത എന്ന് പറയുന്നത്. ബത്തയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ബത്ത എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ നമ്മുടെ അക്കോമഡേഷൻ്റെ അടുത്ത് നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് കിട്ടും. 4 റിയാലിന് മാത്രമേ ആവുള്ളൂ. 2 hours വരെ നമുക്കതിൽ യാത്ര ചെയ്യാം 4 റിയാലിന്. പിന്നെ വീണ്ടും അടുത്ത ട്രിപ്പിൽ 4 റിയാൽ കട്ടാവും. അങ്ങനെ ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. റിയാദിലുള്ള ഈ പുതിയ ബസ് സർവീസ് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിനടുത്താണുള്ളൂ. നല്ല ബസ് സർവീസാണിത്. നല്ല കംഫർട്ടായ സീറ്റും മോഡേൺ രീതിയിലുള്ള ഇൻറ്റീരിയറാണ് ബസ്സിലുള്ളത്. നമുക്ക് ഏകദേശം ഹാഫ് ആൻ അവറാണ് ബത്തയിലേക്ക് എത്താനുള്ള സമയം. അപ്പോൾ പോകുന്ന വഴിയിൽ റിയാദ് നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന റിയാദ് സിറ്റി സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ സിറ്റിയാണ്. കൂടാതെ സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ സിറ്റി കൂടിയാണ് റിയാദ്. അങ്ങനെ നമ്മൾ ബത്ത മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബത്തൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പത്ത് റിയാൽ അവിടുന്ന് പോയോ? എന്തായാലും ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, പുള്ളി 5 റിയാലിൻ്റെ ടീഷർട്ട് വീണ്ടും കണ്ടു. 10 റിയാലിൻ്റെ ടീഷർട്ട് ആദ്യം എടുത്തു വെച്ച്, പിന്നെ 5 റിയാലിൻ്റെ ടീഷർട്ട് നടന്നു പോകുമ്പോൾ വീണ്ടും കണ്ട്. അപ്പോൾ പുള്ളി അതും എടുത്തു. ഇപ്പോൾ ഒരു ഷൂ കടയിൽ വന്നതാണ് ഇനി കുറച്ച് ഷൂ നോക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരുപാട് ഷൂസ് ഉണ്ട്. ഇതൊരു പാകിസ്ഥാനി കടയാണ്, പാകിസ്ഥാനികളുടെ കടയാണ്. അപ്പോൾ ഒരുപാട് ഷൂസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ പുള്ളിക്ക് പറ്റിയ മോഡലൊക്കെ നോക്കി, പക്ഷേ സൈസ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കാണുന്നത്. അതാണ് നമ്മുടെ റിയാദ് ബത്തയിലുള്ള ലുലുവിൽ ഏറ്റവും കൂടുതൽ തിരക്കില്ല ഒരു ഷോറൂമാണ്. നമ്മുടെ സൗദിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്ന ഒരു ഷോറൂമാണ് ഇത്. അപ്പോൾ നമുക്ക് ലുലുവിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. സൂപ്പർ മാർക്കറ്റിൻ്റെ ഉൾവശമാണത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ഓഫേഴ്സിൻ്റെ ഡിസ്പ്ലേ കാണുന്നത്. കംപ്ലീറ്റ് ഓഫേഴ്സ്, സോപ്പ്, ഷാമ്പൂ, ചോക്ലേറ്റ് എല്ലാം ഓഫേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് അധികം ആയിട്ടില്ല. ഞാൻ വന്നിട്ട് ആകെ 2 മാസമായിട്ടുള്ളൂ. പുള്ളി വന്നിട്ട് ഒരു 4 മാസം. അപ്പോൾ തിരിച്ചിപ്പോൾ പെട്ടെന്ന് പോകാൻ ടൈം ആയിട്ടില്ല. അപ്പോൾ വെറുതെ ഞങ്ങൾ ഡിസ്പ്ലേ ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ്. അങ്ങനെ ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറി. എവിടെ ചെന്നാലും നമുക്ക് ഒരേ ഫീലാണ് ലുലു. കാരണം ഒരേപോലത്തെ ഡിസൈനിങ്ങും ഒരേപോലത്തെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. പുള്ളി ഷൂമെന്ന് വിട്ടിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പം ഷൂ കണ്ടപ്പോൾ പുള്ളിക്ക് വീണ്ടും ഒരു ഷൂ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പുള്ളി. അപ്പോൾ ഞാൻ പുള്ളിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് പുള്ളിക്ക് നല്ല ഡിസൈനൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത്. അങ്ങനെ പുള്ളി ഒരു ഷൂ എടുക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ സൈസും കാര്യങ്ങളൊക്കെ നോക്കി. ഇത് പ്രൊമോഷനാണ്. 30 റിയാലുള്ളൂ ഷൂസിന്. 60 റിയാലിൻ്റെ ഷൂസ് 30 റിയാലിനുള്ളൂ. തിരക്കൊന്നുമില്ല കേട്ടോ ഈ ടൈമിൽ. കാരണം അതിരാവിലെയാണ്, ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് തിരക്കൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഷൂ ഒക്കെ മേടിച്ചിട്ട് ഇനി വീണ്ടും മാർക്കറ്റിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം.
എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ. നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് പർച്ചേസും ചെയ്യാൻ, കൂടുതൽ പർച്ചേസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്നാണ് സാധനം എടുക്കാറ്. ഒരുപാട് കടകളുണ്ട്. ചോക്ലേറ്റ്സിൻ്റെ കട, ഡ്രസ്സിൻ്റെ കട, എല്ലാ കടകളും ഉണ്ട്, ഷൂസിൻ്റെ ഉണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്ന് കരുതി തൊട്ടടുത്തൊരു കേരള ഹോട്ടൽ കണ്ടു. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി. നല്ല ദോശയും ചമ്മന്തിയും സാമ്പാറും അതിൻ്റെ കൂടെ ചായയും, നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ചു അവിടുന്ന്. അങ്ങനെ ഇത് കഴിച്ചിട്ട് ഇനിയിപ്പോൾ തിരിച്ചു പോരണം. കാരണം ഹെവി ആയിട്ട് കഴിക്കാനുള്ള ടൈമല്ല ഇപ്പോൾ, രാവിലെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് ഫുഡ് മതി. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബായ്.